ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്, ഇത് ഒരു തുള്ളി വയറ്റിൽ പുരട്ടിയാൽ ഗ്യാസ് ട്രബിൾ നിങ്ങൾക്ക് ജന്മകാലത്തും വരത്തില്ല. അതായത് എത്ര കാലപ്പഴക്കമുള്ള ഗ്യാസ് ട്രബിൾ ആയാലും ഇതൊരു തുള്ളി അങ്ങ് വയറ്റിലങ്ങ് പുരട്ടി കൊടുത്താൽ മതി, പിന്നീട് ആ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല, അത് പൂർണ്ണമായിട്ട് മാറിപ്പോകും. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി എന്താണ് നിങ്ങൾ വയറ്റിൽ പുരട്ടേണ്ടത്? ഓക്കെ, ഇത് വളരെ വ്യക്തമായി തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് എടുത്ത് പറയാനുള്ളത്, നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് പേർക്ക് ഈ പ്രശ്നം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും മാറുവാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യമേ തന്നെ നിങ്ങൾക്കറിയാം, ആഹാര സാധനങ്ങൾ വലിച്ചു വാരി വിഴുങ്ങില്ല. ഓക്കെ, അതേപോലെ തന്നെ സാമ്പാർ പോലുള്ള പരിപ്പ് ചേർത്തുള്ള ഐറ്റംസുകൾ വാരി ഒഴിച്ച് കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ചില ആൾക്കാരുണ്ട്, സാമ്പാർ കിട്ടിയാൽ പിന്നെ ചോറും കമത്തിട്ട് ഇങ്ങനെ വിഴുങ്ങും, ചവയ്ക്കത്തില്ല. ഓക്കെ, ഇത് വയറ്റിൽ കിടന്ന് പെരുകും, ഗ്യാസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ, ചില വ്യക്തികളാണെങ്കിൽ വയറ് പെരുകിയിട്ട് അമുട്ടങ്ങ് വിടും, അല്ലെങ്കിൽ പടക്കങ്ങ് പൊട്ടിക്കും. ഇത് രണ്ടും വിടാത്ത ആൾക്കാരുണ്ട്. അവിടെ കിടന്ന് പറഞ്ഞ് നെഞ്ചരിച്ചിൽ, ശ്വാസം മുട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുന്നത് മാത്രമല്ല, കുടവേറുണ്ടാവും, വയറിന് ചാടി വരും, ഈ സൈഡൊക്കെ തൂങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രശ്നം കൂടി ഈ ഒരു ഔഷധം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ഔഷധം ഉണ്ടാക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു 100 ml വെളിച്ചെണ്ണ എടുക്കുക. 100 ml ശുദ്ധമായ വെളിച്ചെണ്ണ എടുക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ശുദ്ധമായ വെളിച്ചെണ്ണ എവിടെ പോയി എടുക്കണം? ഓക്കെ, കടകളിലൊക്കെ വെക്കുന്നത് നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ എണ്ണ ഉണ്ടാക്കുന്നില്ലേ, കൊപ്രയാക്കിട്ട് മില്ല്, ഓയിൽ മില്ല്. ഓക്കെ, അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം പ്യൂറായിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടും. ഓക്കെ, അങ്ങനെ മേടിച്ച വെളിച്ചെണ്ണ കൊണ്ടുവരിക. അതിലേക്ക് എത്ര ml? 100 ml വെളിച്ചെണ്ണ. ഓക്കെ, അതിലേക്ക് ഒരു 3 സ്പൂണ് അയമോദകം അഥവാ ഓമം. അയമോദകം അറിയാമല്ലോ, നിങ്ങൾക്കറിയാം. ഓക്കെ, ഓമം എന്നും പറയും, അയമോദകം എന്നും പറയും. ഓക്കെ, ഇതിൽ നിന്നൊരു 3 സ്പൂണ് അയമോദകം ആ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ചെറിയ തീയിൽ മൂപ്പിക്കുക. ഓക്കെ, ഇതൊന്ന് പതയൊക്കെ മാറിയ ശേഷം ഇതിനെ ഇറക്കി വെക്കുക. വാങ്ങി വെച്ച ശേഷം ഇതിനെ അരിച്ചെടുത്ത് കുപ്പി ഒഴിക്കുക. പതമാറി ഇറക്കി വെച്ച ഈ ഔഷധത്തിന് അരിച്ചെടുത്ത് കുപ്പി ഒഴിക്കുക. അരിച്ചെടുത്ത് ചില്ല് കുപ്പിയിൽ ഒഴിക്കുക. അങ്ങനെ ചില്ല് കുപ്പി ഒഴിച്ച ശേഷം ചൂടാറിയിട്ട് വേണം ഒഴിക്കുക, അല്ലെങ്കിൽ കുപ്പി പൊട്ടിപ്പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂട് ആറിയ ശേഷം കുപ്പി ഒഴിക്കുക. അതിനുശേഷം നിങ്ങൾ കുളിക്കാൻ പോകുന്നതിനും ഒരു അരമണിക്കൂർ മുമ്പ് കുറച്ച് എണ്ണ എടുക്കുക. അതായത് 1 സ്പൂണ് എണ്ണ എടുക്കുക. നിങ്ങളുടെ വയർ എത്ര ഉണ്ടോ അതനുസരിച്ച് എണ്ണ കൂട്ടേ കൊട്ടേ കേട്ടോ. അങ്ങനെ എടുത്ത ശേഷം വയറിൽ തേച്ച് കൊടുക്കുക. വയറിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഇത്രയും വയറിൽ തേച്ച് കൊടുക്കുക. അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞ് ചെന്ന് കുളിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഒരു മരുന്ന്. ഇത് നിങ്ങൾ 7 ദിവസം തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യണ്ട, ഗ്യാസ് ട്രബിൾ പ്രശ്നം ഉണ്ടാകത്തില്ല. എത്ര കാലപ്പഴക്കമായിട്ടുള്ള ഗ്യാസ് ട്രബിൾ ആയാലും നിങ്ങൾക്കത് മാറിക്കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 7 ദിവസം ഈ ഒരു ഔഷധം ചെയ്യുമ്പോൾ തന്നെ, ഈ ഒരു ഔഷധം ചെയ്യുന്ന കൂടെ തന്നെ ഡെയിലി 2 ഗ്ലാസ് അയമോദകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കണം. അത് ചൂടാറിയ ശേഷം അതായത് ഒരു ഇളം ചൂട് എപ്പോഴും വേണ്ടതാണ്. ഓക്കെ, ആ ഒരു ഇളം ചൂടിൽ കുടിച്ചു കഴിഞ്ഞാൽ വെരി എഫക്റ്റീവാണ്. നിങ്ങളുടെ കുടവേറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് മാറിപ്പോവും, വയറും പറ്റും, ഗ്യാസ് ട്രബിളും പൂർണ്ണമായിട്ടും മാറും. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഈ അയമോദകം എങ്ങനെയാണ് ഇടുന്നത്? ഞാൻ പറഞ്ഞുതരാം. ഒരു 2 ഗ്ലാസ് വെള്ളം എടുക്കുക. അതിൽ അര ടീസ്പൂണ് അയമോദകം ചേർക്കുക. എന്നിട്ട് അതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. അങ്ങനെ നല്ലതുപോലെ തിളപ്പിച്ചെടുത്ത ഈ വെള്ളത്തിനെ ഇളം ചൂടോടുകൂടി രാവിലെ 1 ഗ്ലാസ്, രാത്രി 1 ഗ്ലാസ് കുടിക്കുക. 2 ഗ്ലാസ് കുടിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി 2 ഗ്ലാസ് കുടിക്കാൻ ബുദ്ധിമുട്ട് ആർക്കുന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് എങ്കിലും കുടിച്ചിരിക്കണം, മുടങ്ങാതെ. 7 ദിവസം ഇത് രണ്ടും ചെയ്യും. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ. പുതിയൊരു അറിവുമായിട്ട്
പുതിയ ഒരു വീഡിയോയിൽ വെച്ച് കാണും വരെ എല്ലാവർക്കും